ഇപ്പോൾ മുകേഷ് അംബാനി സൗദിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മുകേഷ് അംബാനിയുടെ പേരിലല്ല അവിടെ ബിസിനസ് ഉണ്ടാവുക. അതിന്റെ ഓണർ ബേസിക്കലി സൗദിയിൽ മുകേഷ് അംബാനി അല്ല. എല്ലാ രേഖകളിലും സൗദിയിലെ എല്ലാ രേഖകളിലും അവിടെ പേരുണ്ടാവുക റിലയൻസിന്റെ പേരിലാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ പേരിലാണ് സൗദിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് നാട്ടിലോട്ട് വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അവിടെ ഒരുപാട് കാലമായിട്ട് സൗദിയിൽ ജിദ്ദയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. പുള്ളി മലപ്പുറം സ്വദേശിയാണ്. അവിടെ ബ്രോസ്റ്റിന്റെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു വരികയും ഞാനിങ്ങനെ കോർപ്പറേറ്റ്സിലാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. പുള്ളിക്ക് ഇതിനെക്കുറിച്ച് അറിയാം. സൗദിയിൽ 100% ബിസിനസ് സ്വന്തം പേരിൽ തുടങ്ങാൻ പറ്റും എന്നുള്ളത് പുള്ളി ഒരുപാട് പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളിയുടെ ധാരണ പുള്ളിയുടെ സ്വന്തം പേരിൽ ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാനത് പുള്ളിക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നോക്കി. അങ്ങനെയല്ല, പുറത്തെ രാജ്യത്ത് നിന്ന് ഒരു കമ്പനി കൊണ്ടുവരണം, ആ കമ്പനിയാണ് അതിന്റെ ഓണർ. അങ്ങനെ ഒരുപാട് അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലായില്ല. ലാസ്റ്റ് ഞാൻ അയാൾക്കൊരു മുമ്പിലേക്ക് ഒരു ഉദാഹരണം വെച്ച് കൊടുത്തതാണ്. ഇപ്പോൾ മുകേഷ് അംബാനി സൗദിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മുകേഷ് അംബാനിയുടെ പേരിലല്ല അവിടെ ബിസിനസ് ഉണ്ടാവുക. അതിന്റെ ഓണർ ബേസിക്കലി സൗദിയിൽ മുകേഷ് അംബാനി അല്ല. എല്ലാ രേഖകളിലും സൗദിയിലെ എല്ലാ രേഖകളിലും അവിടെ പേരുണ്ടാവുക റിലയൻസിന്റെ പേരിലാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ പേരിലാണ് സൗദിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ ഒരു കമ്പനി, അതിന്റെ ബ്രാഞ്ച്, അതിന്റെ സബ്സിഡറി. ഇപ്പോൾ സബ്സിഡറി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുകയില്ല. പൊതുവേ നമ്മൾ ഈ ജിദ്ദയിലൊക്കെ ഉള്ള ബിസിനസ്സുകാർ എന്ന് പറയുന്നത് കുറച്ച് ഒരുപാട് കാലങ്ങളായിട്ട് അവിടെ ബിസിനസ് ചെയ്യുന്ന ട്രഡീഷണൽ ബ്രിക്ക് ആൻഡ് മോട്ടറിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുക. ഇവരത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പലപ്പോഴും ഈ ഒരു എക്സാമ്പിൾ അധികം എടുക്കാറ്.